കൊന്നിച്ചോ മിനസാൻ മിസ്റ്റ് മൈറ്റ് മാഹിയത്തിന്റെ സീസൺ 1ന്റെ അവസാനത്തെ എപ്പിസോഡ്, അതായത് എപ്പിസോഡ് 36ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മളെ മിസ്റ്റ് മൈറ്റ് മാഹിയത്തിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എപ്പിസോഡിന് ശേഷം നിങ്ങളെക്കകത്ത് ഒരു കിടിലൻ ബ്ലൂപ്പറും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു സീരീസിന്റെ സീസൺ 1 നിങ്ങൾ അവസാനിപ്പിക്കാവുള്ളൂ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് മിസ്റ്റ് മൈറ്റ് മാഹത്തിന് ശേഷം നമ്മൾ എന്തായാലും നോക്കാൻ പോകുന്നത് റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹൊസെക്ട് എന്ന് പറഞ്ഞ ഒരു ഒന്നാന്തര മാൻഹോയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് പറയുകയും ചെയ്യും, ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്. മോർട്ടലിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺസ്റ്റേബിൾ ആണ്. ഇതേ സമയം അവന്റെ ബോഡി കംപ്ലീറ്റ്ലി റീഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു അനക്കം തട്ടി തന്നെ അവന്റെ ക്യൂയെ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം ഒരു അറ്റാക്ക് ചെയ്ത് നമ്മുടെ മോക്ക് ജോനുവിന്റെ കൈ അങ്ങോട്ട് അറുത്ത് മാറ്റാൻ നോക്കിയപ്പോൾ പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് അവിടേക്ക് വന്ന് ആ അറ്റാക്കിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത നിമിഷം തന്നെ യുലാങ്ങിന്റെ നേരെ മറ്റൊരു അറ്റാക്ക് വന്നു. അത് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് ആയിരുന്നു. അത്ര വേഗം ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ആൾ വീണ്ടും അറ്റാക്ക് ചെയ്തു. എന്നാൽ ഇതേ സമയം അവൻ്റെ കൗണ്ടർ അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അത് കാര്യം മനസ്സിലായി. അവർ തമ്മിലുള്ള ബാറ്റിൽ വീണ്ടും ശക്തിയോടെ തന്നെ വീണ്ടും മുന്നിലേക്ക് പോയി. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് അവർക്ക് രണ്ടുപേർക്കും വ്യക്തമായി തന്നെ അറിയായിരുന്നു. എന്നാൽ രണ്ടുപേരും ഹോൾഡ് ബാക്കും ചെയ്യുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇഞ്ചോടിഞ്ചായിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവനാട്ടെ അതേസമയം പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അടുത്ത നിമിഷം തന്നെ സോഡ് സ്റ്റൈൽ ഓഫ് ദി ഹെവൻ എന്ന് പറഞ്ഞ അവന്റെ ഒരു അറ്റാക്ക് അവളുടെ നേരെ അഴിച്ചുവിട്ടു. ആ ഒരു അറ്റാക്ക് അവൾ ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യാനും തുടങ്ങി. നാശം, എന്റെ എനർജി എനിക്ക് അധികം ഇവിടെ ലീക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ആ മന്ത്രവാദി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയായിരുന്നു. പക്ഷേ എന്നിട്ടും അവൾ അത്യാവശ്യം അവിടെ പിടിച്ചു നിൽപ്പോണ്ടു. അവനായിട്ട് ആ ഫൈറ്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ ആ ഫൈറ്റ് ഉടനീളം അവൻ മോക്ക് ജോൺമുവിന്റെ അടുത്തേക്ക് തന്നെയാണ് പൊക്കൊണ്ടുവന്നത്. അത് അവൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ അവന്റെ അടുത്ത് എത്താറായി. അവൻ ഉറപ്പായിട്ട് മരിക്കും, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ബ്ലൂ സ്പിരിറ്റിന് അവളുടെ ക്ഷമ കെട്ടു. അടുത്ത നിമിഷം അവൾ ഉച്ചത്തി കിടന്ന് അലറിയപ്പോ ആ സ്ഥലം മുഴുവൻ അവളുടെ എനർജി കൊണ്ട് നിറഞ്ഞു. ഇതേ സമയത്ത് ദൂരെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് അസാസിനേഷൻ പാവലിൻ്റെ അകത്തുള്ള അവൻ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അവൻ പറയും ചെയ്യും, അപ്പോ അത് നീയായിരുന്നല്ലേ? ഇതേ സമയം തന്നെ അവൾക്കും അത് വ്യക്തമായി തന്നെ മനസ്സിലായി. അവനത് മനസ്സിലാക്കിയെന്ന്. അടുത്ത നിമിഷം അവൻ അവരോട് പറയും ചെയ്യും, ചെല്ലി പോയി കണ്ടെത്തൂ എന്ന് പറയുമ്പോൾ അവന്റെ രണ്ട് മിത്തിക്കൽ ബീസ്റ്റ് അവളുടെ നേരെ പറന്ന് വരുന്നുണ്ട്. നാശം, എന്നെ അവൻ കണ്ടെത്തിയിരിക്കുന്നു. ഇനി എന്റെ ഉള്ളിലെ അവസാനത്തെ എനർജി റിലീസ് ചെയ്താലും ഞാനിവിടെ നിന്നെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവന്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. എന്നാൽ അവൻ കണ്ടത് വളരെ മനോഹരമായ കുറച്ചധികം സോഡ്സ് ആണ്. അല്ല, ഈ കാണുന്നത് അത് സോഡ് സ്റ്റൈൽ ഓഫ് ദി മൂൺ ആയിരുന്നു. വളരെ ഭംഗിയേറിയ ഒരു അറ്റാക്ക്. അവന് വ്യക്തമായി തന്നെ മനസ്സിലായി അത് ഡേഞ്ചറസ് ആണെന്ന്. അവനായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവൻ്റെ ഒരു അറ്റാക്കും ചെയ്തു. അത് രണ്ടും നിയർലി പവർഫുൾ ആയിരുന്നു. രണ്ടും കാരണം അവിടെ ഉണ്ടായ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ചില്ലറയല്ല. പക്ഷേ അവൾ പറയും ചെയ്യും, അവൻ്റെ സോഡ് സ്റ്റൈൽ ഓഫ് ദി ഹെവൻ ശരിക്കും പെർഫെക്റ്റ് ആണ്, അതെനിക്ക് ഡിനേ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ അതിന് അതിൻ്റെതായ ഫ്ലോസ് ഉണ്ട്. ഞാൻ 100ഓളം വർഷം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എനിക്കിത് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് സോഡ് സ്റ്റൈൽ ഓഫ് ദി ഹെവൻ്റെ ഒരേ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അറ്റാക്ക് ചെന്ന് കയറിയപ്പോഴാണ് പെട്ടെന്ന് അവനതിനെ കൗണ്ടർ ചെയ്തത്. അവൾ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. അവനത് പാച്ച് ചെയ്തോ? പിന്നെ കണ്ടത് പെട്ടെന്ന് മാസീവായുള്ള ഒരു ക്യൂയുടെ സ്പൈക്കാണ്. മോർട്ടൽ, അല്ല അതെന്താണ് ആ ഒരു ഒമ്നോസാള എനർജി? മോർട്ടൽ, നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതേ സമയം ബ്ലൂ സ്പിരിറ്റ് അവളുടെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തു. അവനാട്ടെ മോക്ക് ജോൺ മൂന്റെ നേരെ ഓടി അടുക്കുകയും ചെയ്തു. ഇത് ശരിക്കും ഡേഞ്ചറസ് ആണ്, ഇതിപ്പോ തന്നെ ഞാൻ നിർത്തണമെന്ന് പറഞ്ഞ് അവൻ ആ സോണിന്റെ നേരെയാണ് ഓടിച്ചെന്നത്. നീ എവിടേക്കാടാ പോകുന്നതെന്ന് ചോദിച്ചോണ്ട് അവളൊരു അറ്റാക്ക് ചെയ്ത് അവനെ പിടിച്ചു കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും വലിച്ചുകൊണ്ട് അവൻ മുന്നിലേക്ക് ഓടി. അവളുടെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ നേരെ അവിടേക്ക് വന്ന് ആ സോഡ് നോക്കി ഒരു കിക്ക് ചെയ്യാൻ പോയപ്പോൾ അവൾ പെട്ടെന്ന് മോർട്ടൽ എന്ന് വിളിച്ച് കാറിയപ്പോഴേക്കും അവൻ ആ കിക്ക് അങ്ങോട്ട് ചെയ്തു. ആ ഒരു സോഡ് അവന്റെ നേരെ ചെല്ലുകയും ചെയ്യും. ഇല്ല, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു സോഡ് ആ ഒരു ഒമ്നോസ് ഉള്ള എനർജിയുടെ അടുത്തേക്ക് ചെന്നത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് പെട്ടെന്നൊരു കൈ നേരെ പുറത്തേക്ക് വന്നു. ആ സോഡിന്റെ നേരെ അവർ രണ്ടുപേരും സൈലന്റ് ആയിപ്പോയി. അവർ രണ്ടുപേരും അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. ആ ഒരു ഒമ്നോസ് ഉള്ള എനർജി പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു. മോർട്ടൽ, നീ
ഇതേ സമയം അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്നും പറയുന്നില്ല. കാര്യം ആ ഒരു എനർജിയെല്ലാം തിരിച്ച് അവൻ്റെ ഉള്ളിലേക്ക് കേറുന്നത് പോലെ. നീ അവസാനം അവിടെ എത്തിയല്ലേ? ഇതേ സമയം അവനവൻ്റെ ഉടുപ്പ് വലിച്ച് കീറിക്കളയാണ് ഉണ്ടായത്. പിന്നെ അവൻ്റെ ബോഡി കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഹീലായിട്ടുണ്ട്. കാര്യം മോക്ക് ജിയോൺ വുൺ എവല്യൂഷണറി റിലത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ ഒരു എനർജി ഞാൻ ഇതിനു മുമ്പ് എങ്ങും കാണാത്ത തരത്തിലാണ്. അത് ശരിക്കും ഒമ്ന്യൂസ് ആണ്. ഡാർക്ക്നെസ്സും കെയോസും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടിച്ചേർന്ന പോലെ, ആഴത്തിലേക്ക് നോക്കുന്ന ഒരു ABS പോലെ. ഇവൻ്റെ എനർജി ശരിക്കും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? ഇത് കണ്ടിട്ട് നീ ഒരു ഡീമനാണോ? നീ ശരിക്കും ഒരു മനുഷ്യനാണോ? ഡീമൻ അല്ലേ? ആ ടൈമിൽ അവനും അവൻ്റെ കൈയിലേക്ക് നോക്കി. അവൻ്റെ ഉള്ളം കൈ വിയർക്കാൻ തുടങ്ങിയിരുന്നു. പെട്ടെന്നാണ് മോക്ക് ജിയോൺ മുൻ പറയുന്നത്, "ഹ്, മോശം പറയാൻ പറ്റത്തില്ല. ഒരു ഡീമനെ പോലത്തെ എനർജിയല്ലേ? നാശം. ഇതൊട്ടും നല്ലതല്ല. എങ്കിൽ പിന്നെ ഞാനിതിനെ വിളിക്കാൻ പോകുന്നത് ഡിമോണിക് ക്യൂഐ എന്നാണ്." ഈ ടൈമിൽ അവൻ മനസ്സിൽ പറയും ചെയ്യും, ഇവനെ ഞാൻ എന്തായാലും കൊല്ലണം. അത് കൊള്ളാം. നീ പറഞ്ഞു വരുന്നത് നീ എന്തോ പുതിയത് കണ്ടെത്തിയത് പോലെയാണല്ലോ. പക്ഷേ നിനക്കൊരു കാര്യത്തിൽ ഇവിടെ തെറ്റുപറ്റി. നീ എവല്യൂഷണറി റിലത്തിലേക്ക് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് നീ എന്താടാ വിചാരിച്ചത്? നിനക്ക് എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നോ? ഒരൊറ്റ തവണ നിനക്കൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ മതി. നിന്റെ തല പറക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. മോർട്ടൽ, നമുക്കൊരുമിച്ച് അവനെ ഫൈറ്റ് ചെയ്യാം. അത് വേണ്ട, നീ ആ വുഡൻ ഡോളിൻ്റെ അത് പാത്തിരുന്നോ? എന്ത്? നീ സെൻസ് ചെയ്ത പോലെ ആ ഒരു മന്ത്രവാദി ഇവിടേക്ക് വരുന്നുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വീണ്ടും പ്രശ്നമാകും. സോ നിന്റെ എനർജി ഡിസ്പേഴ്സ് ചെയ്തിട്ട് നീ അകത്തേക്ക് കയറിക്കോ. ഹാ, എങ്കിൽ ശരി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പോയിസൺ യൂസ് ചെയ്ത കിളവിൻ്റെ നേരെ ഓടിയച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ച് അവൾ ഒരു അറ്റാക്ക് കണ്ടു ചെയ്തു. അടുത്ത നിമിഷം അവൻ്റെ ചുറ്റിനുണ്ടായിരുന്ന എല്ലാ എനർജിയും അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ, അല്ല, അവൾ പോയോ? അവൾ എവിടേക്ക് പോയി? നീ ആരെ പറ്റിയാണ് പറയുന്നത്? യങ്ങസ്റ്റ് ഡിസിപ്ലിൻ? അല്ല അല്ല, അവളെപ്പോലിരിക്കുന്ന ആ പെണ്ണിനെ പറ്റി. നിന്റെ തലക്കോൽ അടികൊണ്ടോ? നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു നീ ഹാലൂസിനേറ്റ് ചെയ്യുവാണെന്നാണ്. എന്തേ, ഞാനത് മാറ്റിത്തരണോ? അവൻ ഒന്നും തന്നെ മിണ്ടില്ല. അവർ രണ്ടുപേരും മുഖാമുഖം നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്നാണ് രണ്ടുപേരും അവിടുന്ന് മാഞ്ഞുപോയത്. അവരട്ടെ ആ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. അവരുടെ ഫൈറ്റ് നടന്ന ഓരോ സ്ഥലം കംപ്ലീറ്റ്ലി ഡിസ്ട്രക്ഷന് വഴികാട്ടിയായി. അവൻ മോക്ക് ജുന്റെ നേരെ കൗണ്ട്ലെസ് ഉള്ള അറ്റാക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവന്റെ ഓരോ കിക്കിന്റെ പുറകിലും അത്രത്തോളം പവർ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിലും മോക്ക് ജുൻ വോൺ അതെല്ലാം തന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. അവൻ ഓരോ അറ്റാക്സും വ്യക്തമായി തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നിമിഷം അവൻ എൻ്റെ സ്റ്റൈൽ ഓഫ് ദി ഹെവൻ എന്ന് പറഞ്ഞ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അവൻ എല്ലാ അറ്റാക്സും കാണുന്ന പോലെയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. അത് മൂൺലെസ് വേർഡ് സോഡ് യൂസ് ചെയ്തായിരുന്നു. അത് യൂസ് ചെയ്ത് അവനത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡിസ്മാൻഡിൽ ചെയ്തു. വീണ്ടും അവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ തുടങ്ങി. അവർ ഒട്ടും തന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരേ ലെവലിലുള്ള മാർഷൽ റിലത്തിലേക്ക് എത്തിയിരുന്നല്ലോ. എന്നാൽ പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. ഒരു ഓപ്പണിംഗ്. ആ ഒരു ഓപ്പണിംഗ് കണ്ട അടുത്ത നിമിഷം അവൻ അവിടേക്ക് ഒരു അറ്റാക്ക് ചെയ്തപ്പോഴാണ് അവൻ്റെ കണ്ണ് അത് ശ്രദ്ധിച്ചത്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ അവനത് ഡോഡ്ജ് ചെയ്തു. അല്ല, അവനത് ഡോഡ്ജ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മോക്ക് ജോൺ വോണും അതുവരെ ബ്ലൂ സ്പിരിറ്റും ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. നീ ആ വോൾ സർപ്പാസ് ചെയ്ത് കാണും. പക്ഷേ എന്ന് പറഞ്ഞ് ഒരു അറ്റാക്ക് ചെയ്തപ്പോൾ അവൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നാൽ അടുത്ത നിമിഷം അവൻ്റെ മുട്ടുകൊണ്ട് മോക്ക് ജോൺ മുന്നേ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തു. നീ പൊസസ് ചെയ്യുന്ന എനർജിയും അത് ശരിക്കും സ്ട്രേഞ്ച് ആണ്. പക്ഷേ എന്നും പറഞ്ഞ് അവൻ ബാക്കിലേക്ക് തെറിച്ചു പോയെങ്കിലും അവൻ്റെ നേരെ പാഞ്ഞെടുത്തു. എന്നിട്ട് പറയും ചെയ്യും, സ്വർഗത്തിന്റെ മുകളിലും കീഴേയും ഞാൻ മാത്രമായിരിക്കും ദി ഹോണേഡ് വൺ. അത് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചത്തേക്ക് ആ കൈ കുത്തി ഇറക്കുകയും ചെയ്തു. മോർട്ടിൽ നിന്ന് വിളിച്ച് നമ്മുടെ ബ്ലൂ സ്പിരിറ്റ് കിടന്ന് കാർന്നുണ്ട്. എന്നാൽ ഇതേ സമയമാണ് ദൂരത്തുനിന്ന് യങ് മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് ഒരാൾ അവിടേക്ക് വന്നത്. താങ്കൾ താങ്കളിൻ്റെ ഡിസിപ്ലിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അത് നമ്മുടെ ടോഡ് പോയ്സൺ കിങ് ആണ്. നാശം, ഒരു ഇൻറ്ററപ്ഷൻ ആണല്ലോ. ഇതൊട്ടും തന്നെ നല്ലതല്ലെന്ന് പറഞ്ഞപ്പോൾ അവനട്ടെ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നീയായിട്ട് വന്ന് പിടി തന്നതാണ്. അല്ല, എൻ്റെ കൈ. റിയലി താങ്ക്സ്. നാശം, എനിക്കിതെടുക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്ത് മന്ത്രവാദമാണ് ചെയ്തതെന്ന് ചോദിച്ച് അവൻ മറ്റേ കൈ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ ടോഡ് പോയ്സൺ കിങ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നിർത്ത്, പറഞ്ഞു കേൾക്ക്. ടോഡ് പോയ്സൺ കിങ്, മര്യാദക്ക് കൈവിട്. അത് കൊള്ളാം. താങ്കൾ എൻ്റെ ഡിസിപ്ലിനെ എൻ്റെ കൺമുമ്പ് വെച്ച് കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ വിടണമെന്നാണ് പറയുന്നത്. താങ്കളുടെ ഡിസിപ്ലിന് വേണ്ടി താങ്കൾ എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാനും നിന്റെ ശത്രുക്കളാണ്. യങ് മാസ്റ്റർ, ഞാൻ പറയുന്നത് കേൾക്ക്.
പക്ഷേ പെട്ടെന്നാണ് അവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ചു പോയത്. മാസ്റ്റർ, അവന്റെ കയ്യിൽ കയറി പിടിക്ക്. എന്ത്? ആ സമയത്ത് അവന്റെ തല കൊണ്ട് മോക്ജുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും വീണ്ടും ആ തല കൊണ്ട് അവന്റെ മുഖത്തേക്ക് ഇടിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്താടാ, നീ എന്താടാ എന്റെ കൈവിടാത്തതെന്ന് പറഞ്ഞ് അവൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിയത്. കാര്യം, പോയിസൺ സുത്ര ഓഫ് ദി ഡീമൺ ഡിസ്ട്രക്ഷന്റെ പോയിസൺ ഫിസിക് നമ്മുടെ മോക് ജിയോൻ വോൺ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. നീ ചിലപ്പോ എവല്യൂഷണറി റിലത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കും, പക്ഷെ നിന്റെ ബോഡിയിലേക്ക് പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോച്ചോ, എടാ നായ, എടാ നായ എന്ന് പറഞ്ഞപ്പോ ആ കൈ ആ നിര മുകളിലേക്ക് ഉയർത്തിയിട്ട് തിരിക്കാൻ തുടങ്ങി. അത് മോക് ജിയോന്റെ നേരെ തിരിഞ്ഞ്, ഞാൻ ചാകുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചാകത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ നെറ്റിയിലേക്ക് ആ ഒരു അറ്റാക്ക് കുത്തി കയറ്റാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അതിവിടെ സംഭവിച്ചത്. അടുത്ത നിമിഷം അവൻ ബോധം കിട്ട് നിലത്തേക്ക് വീണ്. കാര്യം, ടോഡ് പോയിസൺ കിങ് അവന്റെ കഴുത്തിന്റെ പുറകിൽ അറ്റാക്ക് ചെയ്ത് അവന്റെ ബോധം കെടുത്തി. മതി, ഇനി വിട്ടേക്കെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത്, ഇല്ല, ഇവനെ കൊല്ലണം. നീ എന്ത് വിഡിത്താണ് പറയുന്നത്? അസോസിയേഷൻ ലീഡർ ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും കൊല്ലും. നിനക്കതാണോ വേണ്ടത്? നാശം, ഇതൊട്ടും നല്ലതല്ല. ഇവനെ എനിമിയാക്കുന്നതിനെക്കൊണ്ടും പ്രശ്നമായിരിക്കും അസോസിയേഷൻ ലീഡറിനെ എനിമിയാക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ മോക് ജുൻ വൂൺ അവനെ നിലത്തേക്കിട്ടു. ഇതെല്ലാം കൂടെ അവസാനിച്ചല്ലോ. പക്ഷേ അല്ല, എന്തു പറ്റി? ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ ആ കൈ അങ്ങോട്ട് കുത്തി ഇറക്കി. എന്തായാലും ഞങ്ങൾ ശത്രുക്കളായി, അപ്പൊ പിന്നെ കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവന്റെ ആ വെളുത്ത കണ്ണ് മോക് ജുൻ വോൺ അവന്റെ ശരീരത്തിൽ നിന്ന് പറിച്ച് പുറത്തേക്കെടുത്തു. ഇത് കണ്ട് കംപ്ലീറ്റ്ലി അദ്ദേഹം സർപ്രൈസ് ആയി അവിടെ നിന്നും പോയി. കുറച്ചു സമയത്തിന് ശേഷം ഒരു സാധനം അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ല, ഇതെന്താണ്? ഇത് പോയിസൺ ഇവേഷൻ ഓർബാണ്. പോയിസൺ ഇവേഷൻ ഓർബോ? അതെ, ഇത് പോയിസനെ റിമൂവ് ചെയ്യും. പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഒരു ഡെക്കേഡെങ്കിലും എടുക്കും. അതുകൊണ്ട് ശരിക്കും റയറാണ്. പക്ഷെ ഇവന്റെ പോയിസൺ ശരിക്കും സ്ട്രോങ്ങറുമാണ്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം താങ്കൾ ഈ ഒരു സിറ്റുവേഷനിൽ. എന്നാൽ അതേസമയം അവനൊന്ന് ചിരിച്ചു. എന്നിട്ട് അവന് കൈ തോളത്ത് വെച്ചിട്ട് പറയും ചെയ്യും, ഹേ, കുഴപ്പമൊന്നുമില്ല, അവസാനം എല്ലാം നന്നായില്ലേ? പിന്നെ നീ ഇതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും എൻ്റെ ആൾക്കാരെ വിട്ടുകൊടുക്കാറില്ല. അത് സത്യം പറഞ്ഞാൽ അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല. അവനുണ്ടാക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ഉള്ള എനിമീനാണ് അവനുണ്ടാക്കിയത്. പക്ഷേ എന്നിട്ടും അവൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു. ഞാൻ അവൻ്റെ ഫാമിലി ആയതുകൊണ്ടാണോ? ഇതേ സമയം മോക് ജുൻ വൂണ് അവൻ്റെ അപ്പൂപ്പൻ്റെ ഓർമ്മ വന്നു. എന്തായാലും അധികം സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ക്ലീനപ്പ് ചെയ്യാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ചധികം ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാനുണ്ട്. നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ആദ്യം, നീ എന്തിനാണ് ഇവനായിട്ട് ഫൈറ്റ് ചെയ്തത്? ഞാനല്ല, അവനാണ് എന്നെ അറ്റാക്ക് ചെയ്തത്. നിന്നെ അറ്റാക്ക് ചെയ്തെന്നോ? എന്തിന്? അതെനിക്കറിഞ്ഞൂടാ, ഒരു ഐഡിയ ഇല്ല. മേ ബി എൻ്റെ വളർച്ച കണ്ടിട്ടായിരിക്കണം. എന്ത്? നിന്റെ വളർച്ച കണ്ടിട്ടോ? അതെന്തെങ്കിലും ആട്ടെ. ഇനി രണ്ടാമത്തെ ചോദ്യം, നീ എപ്പോഴാണ് എവല്യൂഷണറി റിലത്തിലേക്ക് എത്തിയത്? ഞാൻ ഇവനായിട്ട് ഫൈറ്റ് ചെയ്തിരിക്കുന്ന ഇടയിലാണ് ഞാൻ അഡ്വാൻസ് ആയത്. എന്താണ് നീ പറഞ്ഞത്? അല്ല, അങ്ങനെയാണെങ്കിൽ നീ എങ്ങനെയാണ് ഈ പോർഷൻ സൂത്ര പഠിച്ചത്? ഞാൻ അതിലൊരു പാർട്ട് മാത്രമല്ല നിന്നെ കാണിച്ചു തന്നത്. അല്ല, ഞാൻ ഒരു തവണ കണ്ടില്ലേ. എനിക്ക് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ നേരത്ത് പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ഉള്ള ഫോം ഒന്ന് ആലോചിച്ചെടുക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാനിത് ഇമാജിൻ ചെയ്തു അടുത്തത് എങ്ങനെയായിരിക്കുമെന്ന്. അതിങ്ങനെയാണ് ഞാനത് പഠിച്ചത്. ഇവൻ എന്താണ് ഈ പറഞ്ഞത്? ഇത് നോർമലുള്ള ഒരു ടാലൻ്റ് ആണോ? ഇവൻ ടാലൻ്റ് ആണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇതൊട്ടും തന്നെ, ഈ കാണുന്ന പയ്യൻ ഇവൻ ലിറ്ററലി ഒരു മോൺസ്റ്ററാണ്, ഒരു മോൺസ്റ്റർ. എന്നിട്ട് അവൻ ഫസ്റ്റ് യങ് മാസ്റ്ററിനെ നോക്കി. വെറുതെ അല്ല, നീ ഇവനെ ഉള്ളത് പറയലോ. ഞാൻ ശരിക്കും പേടിച്ച് വിറച്ചെന്ന് തന്നെ പറയണം. ഞാനിപ്പോൾ വിറ്റ്നസ് ചെയ്യുന്നത് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ആയുള്ള ഒരു മോൺസ്റ്ററിനെ തന്നെയാണ്. എന്നിട്ട് അവൻ ചിരിക്കാനും തുടങ്ങി. എന്തായാലും നന്നായി, ഇവനെ ഞാൻ എൻ്റെ ശിഷ്യനാക്കി മാറ്റില്ലേ. ഇവൻ ശരിക്കും ഒരു ട്രഷർ തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു മാസീവായുള്ള ട്രഷർ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവനെ അവൻ്റെ തോളിലെടുത്ത് വെക്കുന്നതാണ്. എങ്കിൽ പിന്നെ ഞാൻ ലേഡി വീസിയോങ്ങിൻ്റെ അടുത്തേക്ക് പോകാം. എങ്കിൽ ശരി. അതിനുശേഷം മോക് ജുൻ വൂൺ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഉള്ളത് പറയാലോ, അവനെൻ്റെ ഡിസിപ്ലിൻ ആയിരിക്കും. പക്ഷെ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അതിനുശേഷം ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമതെന്ന് പറഞ്ഞ് യങ് മാസ്റ്ററിനെ നമ്മുടെ ശത്രുക്കളായ സ്ഥിതിക്ക് ഇനി എന്തായാലും അസോസിയേഷൻ ലീഡർ നമ്മളെ എന്തായാലും എതിർക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഒന്ന് നിലവിൽ 2 അതർ സക്സസേഴ്സ് ഉണ്ട്. സോ അതിലൊരാളെ നമ്മൾ അസോസിയേഷൻ ലീഡറാക്കി മാറ്റണമല്ലേ? യെസ്, ബിങ്കോ. നിനക്കത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയല്ലോ. പക്ഷേ നീ കണ്ടതുപോലെ യങ് മാസ്റ്റർ ശരിക്കും ടാലൻറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒരു ചാൻസ് പോലും ഇല്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. അല്ല, അതെങ്ങനെയാണ്?
കാര്യം നിന്റെ ചോയ്സ് എങ്ങനെയാണോ അതായിരിക്കും ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ഹെവൻ എർത്ത് അസോസിയേഷൻ നിയർലി 2 ഇമ്പോർട്ടൻ്റ് ആയുള്ള ഗ്രൂപ്പ്സ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഡാർക്ക് സെറ്റ് ആണ്, അതാണ് ക്ലാസിഫൈഡുള്ള ഇൻഫോർമേഷനൊക്കെ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത് ബേ ക്ലാൻ ആണ്, അവിടെയാണ് ഈ പോയിസണൊക്കെ ഡീൽ ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും അൺപ്രഡിക്റ്റബിൾ ഉള്ള വേരിയബിൾസ് ആണ്. അവിടെയാണ് ഞാനും നീയും കടന്നു വരുന്നത്. ഞാനും നീയും റീസെൻ്റ്ലി ഇവല്യൂഷണറി റിലത്തിലേക്ക് എത്തി. ആൻഡ് ഇവല്യൂഷണറി റിലത്തിലെത്തിയ ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഹോൾ സെറ്റായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ നമ്മൾ രണ്ടും മാത്രം മതി ഈ സിറ്റുവേഷനെ തന്നെ തിരുത്തി എഴുതാനായിട്ട്. പിന്നല്ല, ഇവല്യൂഷണറി റിലത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അതിനിടയ്ക്ക് കിടന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. ഇതേ സമയം ബ്ലൂ സ്പിരിറ്റ് അവൻ്റെ പറയുകയും ചെയ്യും, ചുരുക്കം പറഞ്ഞാൽ നീ ഇപ്പോൾ ഇനി ആരെയാണ് ചൂസ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, അവരായിരിക്കും അടുത്ത അസോസിയേഷൻ ലീഡർ ആകാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ആരായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത് അത് ഞാൻ നിനക്കെന്തായാലും വിട്ടുതരുന്നു. ഞാൻ ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഉറപ്പാണ്, നീ വി സിയോങ്ങിനായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. അവളുടെ സ്കില്ലും പേഴ്സണാലിറ്റിയും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യുന്നത് ജാങ് ന്യൂ ആക്കിനെയാണ്. എന്ത്? അല്ല, അവൻ എന്തിനാണ് ചൂസ് ചെയ്യുന്നത്? അതൊട്ടും നല്ലതല്ല. അവനാണ് കൂടുതൽ ഏറ്റവും ലീസ്റ്റ് ആയുള്ള സ്കില്ലുള്ളത്. അതിലുപരി അവൻ സ്കീം ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ്റെ സബോർഡിനേറ്റ്സ് ശരിക്കും ലോയലാണ്. അവൻ്റെ ക്യാരക്ടർ നോക്കാതെയാണ് അവരവരുടെ മുമ്പിൽ ലോയലായിട്ട് നിൽക്കുന്നത്. എന്നാൽ അതേസമയം വി സിയോങ്ങിൻ്റെ സബോർഡിനേറ്റ്സ് അങ്ങനെയല്ല, അവളെ ലോഡായിട്ടല്ല, പകരം അവർ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത്. ഓ, അങ്ങനെയാണോ? ഇത് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൾക്കൊരിക്കലും ഒരു ലീഡർ ആകാൻ പറ്റത്തില്ല. മേ ബി അവളുടെ അപ്പിയറൻസ് കാരണമായിരിക്കും. എങ്കിൽ ശരി, നീ എന്തായാലും പോയി സംസാരിച്ചോ. ഞാൻ എന്തായാലും ഡാർക്ക് സൈഡ് ലീഡിൻ്റെ അടുക്കെ കാര്യങ്ങൾ പറഞ്ഞ് അലയൻസിനുവേണ്ടിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിക്കോളാം. ശരിയെങ്കിൽ റിയലി താങ്ക്സ്. ഹേ, അതൊന്നും വേണ്ട. നിന്റെ കാര്യങ്ങൾ ഇനി എൻ്റെയും കൂടെ അല്ല. അല്ല, നീ എന്ത് ചെയ്യുവാണ്? ഇതേ സമയം മോക് ജുൻവോൺ അവനെ പൊക്കിയെടുക്കുവാണ്. അല്ല, ഇവന് നീ എന്ത് ചെയ്യാൻ പോകുന്നു? ജാങ് നിയോക്കിന് വേണ്ടിയുള്ള ഒരു ഗിഫ്റ്റ് ആണോ? ഒരിക്കലും അല്ല. എനിക്ക് യങ് ലേഡിയുള്ള വി സിയോങ്ങിനെ ആദ്യം ഒന്ന് കാണണം. അല്ല, അതെന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്? അത് പിന്നെ, എന്നിട്ട് അവൻ ചെറിയൊരു സീക്രട്ട് പറയും ചെയ്യും. എന്ത്? നീ അങ്ങനെ ചെയ്യാൻ പോകണോ? പക്ഷേ മേ ബി അത് അവളെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ? ഹാ, കണ്ടു തന്നെ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെയാണ് മോക് ജുൻവോൺ അവിടേക്ക് പോയത്. ഇതേ സമയം അവനവിടേക്ക് ചാടി പോകുകയാണ് ബ്ലൂ സ്പിരിറ്റ്. അല്ല, എന്തു പറ്റി? നിനക്ക് നേരത്തെ നീ പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടോ? നീ 2 വർഷത്തിന് മുമ്പ് എവല്യൂഷൻ റിലേ എത്തി കഴിഞ്ഞാൽ ഞാൻ നിന്നെ മാസ്റ്റർ എന്ന് വിളിക്കുമെന്ന്. 2 വർഷത്തെ കാര്യം മാസ്റ്റർ. പെട്ടെന്ന് അവന്റെ കാതടിച്ചു പോയി. അല്ല, ഒരു തവണ ഹാ, വേണ്ട വേണ്ട വേണ്ട, കുഴപ്പമില്ല. ആ സമയത്ത് അവളും സേഫ് ആകുകയും ചെയ്തു. ഇതേ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ടോഡ് പോയ്സൺ കിങ് അവിടെ നിപ്പുണ്ടായിരുന്നു. അവനിടെ തിരിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് യങ് മാസ്റ്ററിനെ നോക്കി. എന്നിട്ട് അടുത്ത നിമിഷം അവൻ്റെ കാലങ്ങട്ട് ചവിട്ടി ഒടിച്ചു കളഞ്ഞു. നിന്റെ കൈ എന്തായാലും ഒടിഞ്ഞിരിക്കുവാണ്, പിന്നെ നിന്റെ കണ്ണും പോയി. അപ്പോൾ പിന്നെ ഒരു കാലൊടിഞ്ഞെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ എന്തായാലും നിന്റെ എതിരായിട്ടുണ്ട്. നീ എൻ്റെ ആൾക്കാരുടെ മേലിൽ കൈവച്ചു. ഇനി അതിനുള്ള ഭവിഷ്യത്ത് അങ്ങോട്ട് അനുഭവിച്ചോളൂ. ഇതേ സമയം ഒന്നും അറിയാതെ ബോധം കെട്ട് അവനവിടെ കിടക്കുകയാണ്. മോക് ജുൻ മൂന്നായിട്ട് അവിടേക്ക് പോവുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും ഇൻട്രസ്റ്റിംഗ് ആകാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റ് മൈറ്റ് മഹിത്തിൻ്റെ സീസൺ 1 ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ബ്ലൂപ്പർ എന്ന് പറഞ്ഞത് ബ്ലൂപ്പർ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാൻ വ്യാഴാഴ്ച വീഡിയോ ഇട്ടില്ലായിരുന്നു, ബിക്കോസ് സ്പൈഡർമാൻ കാണാൻ പോയിരിക്കുമായിരുന്നു. ആൻഡ് അത് കാണാൻ പോയത് എൻ്റെ നാട്ടിലല്ലായിരുന്നു, അത് എറണാകുളത്തായിരുന്നു. ആൻഡ് എൻ്റെ വീട്ടിൽ നിന്ന് 80+ കിലോമീറ്റേഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. സോ ഡ്രൈവ് ചെയ്ത് അത് കണ്ടു. ആൻഡ് സ്പൈഡർമാൻ മാത്രമല്ല, അതിനുശേഷം ഞാൻ ഒഡീസിയും കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. സോ വന്നപ്പോൾ ശരിക്കും ലേറ്റ്, നല്ല ടയേർഡായിരുന്നു. അത് മാത്രമല്ല, ട്രാഫിക്കും ഭയങ്കര ടയേർഡായിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിൽ കയറിയത്. എന്നിട്ടും നിങ്ങൾക്ക് വെള്ളിയാഴ്ച എപ്പിസോഡ് ഇറക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഞാൻ അന്ന് രാത്രി ഇരുന്ന് എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു. ടു ബി ഹോണസ്റ്റ്, മിസ്റ്റ് മൈറ്റ് മഹിത്തിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ഇന്നലെ തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ അവസാനത്തെ ഒരു 3 റെക്കോർഡിങ്സിൽ എൻ്റെ റിലേ പോയെന്ന് തന്നെ പറയണം. പിന്നെ ഞാൻ പറഞ്ഞത് പരസ്പര ബന്ധം ഒന്നുമില്ലാതെയാണ്. ആൻഡ് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഞാൻ അവസാനത്തെ 3 ചാപ്റ്റർ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മിസ്റ്റ് മൈറ്റ് മഹയം എക്സ്പ്ലെയിൻ ചെയ്ത് തീർക്കാഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ റിലേ കട്ടായത് കൊണ്ടാണ്. സോ നിങ്ങൾ എന്തായാലും ഒന്ന് കേൾക്ക്. വീണ്ടും ഇൻ എനർജി തന്നെ ആ ഒരു മിഡിൽ യാങ്ങിലേക്ക് അത് ചെല്ലണം. ആൻഡ് നമ്മൾ 3 പേരുണ്ട്. എന്തെങ്കിലും റിസർവ് ടെക്നിക്ക് വന്നു കഴിഞ്ഞാൽ വാട്ടർ എന്തായാലും തലയ്ക്കാൻ നിൽക്കേണ്ട, ബാക്കിയുള്ളവരെ വിളിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ ഞങ്ങളെല്ലാവരെയും പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് പെട്രോൾ അടിക്കാനും തുടങ്ങി. കൺവേഴ്സൻസ് ഓഫ് ദി 3 സെക്ട്സ് അവൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി. അപ്പോൾ ഗൈസ്, നിങ്ങൾ കേട്ടതുപോലെ ഇതുപോലെയായിരുന്നു അവസാനത്തെ 3 ചാപ്റ്റേഴ്സ് ഫുള്ളി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എൻ്റെ റിയൽ ലൈഫിലുണ്ടായ കുറച്ച് ഇൻസിഡൻസും പിന്നെ ഈ സംഭവം കൂടെ മിക്സായി വന്നതാണ്. അത് ഞാൻ ഇൻറ്റൻഷ്യലി പറഞ്ഞതേ അല്ല. എൻ്റെ ആ 3 വോയിസ് റെക്കോർഡിങ്സിൻ്റെ അകത്തും ഇത് തന്നെയാണ് തുടർന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ്
ഞാൻ ഇപ്പോൾ ഒരു എപ്പിസോഡും കൂടെ നമുക്ക് മിസ്റ്റർ മൈറ്റ് മഹീത്തിനെ ഇന്ന് ചെയ്യേണ്ടി വന്നതും.